ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ സിങ്കിലൊക്കെ ബ്ലോക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് നെയ്യുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കഴിക്കുന്ന സമയത്ത് എന്തായാലും മെഴുക്ക് അതിൻ്റെ അടിയിൽ കെട്ടിക്കിടക്കാനും അതുപോലെ അതിന് വേസ്റ്റ് അടിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഈ സിങ്കിൻ്റെ അടിയിലുള്ള ബ്ലോക്ക് മാറാനും അതുപോലെ തന്നെ വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതും നെയ്യുടെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ മതി കേട്ടോ. അപ്പൊ അതിനായി ഞാൻ ചെയ്യുന്നത് കുറച്ച് ആദ്യമായിട്ട് ഒരു സ്പൂണ് ഉപ്പിന്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു സ്പൂണ് ഉപ്പിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു 1.5 സ്പൂൺ ഇട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. മറ്റൊന്നല്ല, നമ്മുടെ ബേക്കിംഗ് സോഡ, ക്ലീനിങ് ഏജന്റ് ആയ നമ്മുടെ ബേക്കിംഗ് സോഡ. എല്ലാവർക്കും അറിയാം ബേക്കിംഗ് സോഡ എന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് ഏജന്റ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തിയായി കിട്ടും എന്നുള്ളത്. അപ്പോൾ ഉപ്പുപൊടിയാണ് കേട്ടോ ഫസ്റ്റ് ഇട്ടെടുത്ത്. ഉപ്പുപൊടിയും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ടെടുത്ത്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ, സിന്തറ്റിക് വിനാഗിരി. അപ്പൊ ഏത് വേണമെങ്കിലും വിനാഗിരി, വൈറ്റ് വിനീഗർ വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏത് വിനീഗർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ അത് ഒരല്പം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇതിന്റെ മിശ്രിതത്തിന്റെ മുകളിലേക്കായിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഒരു പതുങ്ങിയുന്ന ഒരു സൗണ്ട് ഒക്കെ കേൾക്കാം കേട്ടോ. ഒരു പതുങ്ങിയും അതുപോലെ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു സൗണ്ട് ഒക്കെ കേൾക്കാം. അത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവുന്നതാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഏകദേശം നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ അത്യാവശ്യം നല്ല തിളച്ച ചൂടുവെള്ളം, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പൊ ഇതും നമ്മുടെ ആ മിക്സിങ്ങും, അതായത് ആ വിനാഗിരിയും അതും നമ്മുടെ ഉപ്പുപൊടിയും ആ മിക്സിംഗ് ഒക്കെ നന്നായി ഒന്ന് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൊഴുപ്പ് കെട്ടിയതൊക്കെ ആ ഒരു കോയിലിൻ്റെ ഉള്ളതും മാറിയിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം ഒരു അരമണിക്കൂറോളം വെള്ളം ഒഴിക്കാതെ വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിലേ ആ കറക്റ്റ് ഒരു മിക്സിങ് വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കറ കെട്ടുന്നത് നമുക്ക് ഒഴിവാക്കാനുള്ള നല്ല ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ നാരങ്ങ കേട്ടോ. ഈ ചെറിയ നാരങ്ങയുടെ ഒരു പകുതി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം ഉപ്പുപൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഈ നാരങ്ങ വെച്ച് തന്നെ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏതൊക്കെ ഭാഗത്ത്, ചിലരിൽ ഈ ഭാഗത്തൊക്കെ നല്ലൊരു ചളി ഉണ്ടാകാറുണ്ട്, ഒരുതരം തുരുമ്പിന്റെ ഒരു കറ പോലെ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തെ കറയും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു കറ കെട്ടുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നാരങ്ങ യൂസ് ചെയ്യാം. നാരങ്ങന്റെ ഒരു പകുതി എടുത്തതിന് ശേഷം ഒരു അല്പം ഉപ്പുപൊടി വെച്ചതിന് ശേഷം നന്നായി നാരങ്ങയോട് തന്നെ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതിനുശേഷം നിങ്ങൾ ഏത് ലിക്വിഡാണോ കേൾക്കാൻ ഉപയോഗിക്കുന്നത് അത് വെച്ച് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു കറ പോവുകയും നല്ല വെട്ടി തിളങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇതും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.